പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഞാനിന്ന് പറഞ്ഞുതരാം. ഈ ആയത്തുകളുടെ പ്രത്യേകത ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫതഹ് കിട്ടാന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യം പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നു കിട്ടാം. രണ്ടാമത്തത് എന്തെങ്കിലും സിഹറോ മറ്റോ ബുദ്ധിമുട്ടോ കണ്ണീറുകളോ പോലത്തെ ഉണ്ടെങ്കിൽ അത് നീങ്ങി കിട്ടാൻ. അതുപോലെ യാത്രകൾ, നമ്മുടെ യാത്രകളും മറ്റുമൊക്കെ എളുപ്പമായി കിട്ടാൻ തുടങ്ങി. അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അത് തിരികെ കിട്ടാൻ തുടങ്ങി ഒട്ടനവധി സംഗതികൾക്കുള്ള നമ്മുടെ സംശയങ്ങൾ നീങ്ങി കിട്ടാൻ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിലുള്ള സംശയങ്ങൾ നീങ്ങാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങൾക്കും ഫലം ലഭിക്കുന്ന മഹത്തായ ചില ആയത്തുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റിയ നിശ്ചിത കുറഞ്ഞ എണ്ണം മാത്രം ചൊല്ലി നമ്മുടെ കാര്യങ്ങൾക്ക് ഫതഹ് ലഭിക്കാൻ പറ്റിയ ആയത്തുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കേൾക്കുക. വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളാണ്. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ കൂടി ഇത് ഓതുമ്പോൾ പാലിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ഒന്നുപോയ മുഴുവൻ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? വിശുദ്ധമായ ഖുർആന്റെ ചില ആയത്തുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ. എന്താണ് ഈ ആയത്തുകൾ ഓതിയാലുള്ള ഗുണം? എന്തെങ്കിലും നമുക്ക് മുഖ്യമായൊരു കാര്യം, എന്തെങ്കിലും പ്രധാനപ്പെട്ടൊരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യം പെട്ടെന്ന് സക്സസ് ആയി കിട്ടണം, പെട്ടെന്ന് റാഹത്തായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് എന്തും ആയിക്കൊള്ളട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, അതിലേക്ക് എന്തെങ്കിലും വിൽപ്പനയുടെ, ഇപ്പോൾ കച്ചവടം, പറമ്പ് കച്ചവടം നടത്താനിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളുകൾ, നടക്കാതെ എത്രയോ ആളുകൾ നമ്മളോട് ഇപ്പോൾ പേഴ്സണലായിട്ടൊക്കെ അവസ്ഥ വീട് വിൽക്കാൻ വെച്ചിട്ട് നടക്കുന്നില്ല, അത് മുടങ്ങി പോവുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും മുഖ്യമായൊരു വിഷയം പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് പതിവാക്കിയാൽ ആ ഉദ്ദേശിച്ച കാര്യം അല്ലാഹു പെട്ടെന്ന് നടപ്പാക്കി കൊടുക്കും. അത്തരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അത് തിരികെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിഹറോ മറ്റോ ബുദ്ധിമുട്ടുകളോ ബാധിച്ചിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സിഹർ മുഴുവൻ ബാത്തിലായി പോകാൻ പറ്റിയ ഒരു ആയത്തുകളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ആദ്യം നമുക്ക് എന്താ, നമ്മുടെ കാര്യങ്ങൾ റാഹത്തായി കിട്ടാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഫതഹായി കിട്ടാനുള്ള ആയത്ത് ഇതാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിലെ അവസാന ഭാഗത്തിലുള്ള 5 ആയത്തുകൾ, ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഓതിത്തരാം. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. സദഖല്ലാഹുൽ അലീം. കുറച്ച് കൂടുതലുണ്ടല്ലേ, ഒരല്പം കൂടുതലുണ്ട്. അത് നമുക്ക് ഓതി ശീലമായാൽ എന്ത് ചെയ്യും, ഇത് വളരെ എളുപ്പത്തിൽ ഓതി തീർക്കാൻ പറ്റും. ഇല്ല, നമ്മൾ ആയത്തുൽ കുർസി ഓതാറുണ്ട്. ആയത്തുൽ കുർസി ഏകദേശം 1/2 പേജോളം ഉണ്ട്. പക്ഷെ നമ്മൾ ഓതുമ്പോൾ അത് വലിയ ശ്രദ്ധിക്കാറൊന്നുമില്ല, കാരണം ഓതി ശീലമായി പോയി. ആമന റസൂൽ ഓതാറുണ്ട്, ഏകദേശം 3/4 പേജിന് അടുത്തുണ്ട് ആമന റസൂൽ. എന്നാലും എന്ത് ചെയ്യില്ല, നമ്മൾ ഓതി ശീലമായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇതുപോലെ തന്നെയാണ് ഏകദേശം 1/2 പേജോളം ഉള്ളൂ ഈ ആയത്ത്, ഈ എല്ലാം കൂടെ ചേർന്നാൽ. ഈ 5 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഫതഹായി കിട്ടണം, കാര്യത്തിന് സക്സസ് ആയി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പതിവാക്കി കഴിഞ്ഞാൽ, ഓതിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഉദ്ദേശിച്ച കാര്യം എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹത്തെ പെട്ടെന്ന് എന്ത് ചെയ്യും, പൂർത്തീകരിച്ചു കൊടുക്കുന്ന. ആത്മാർത്ഥമായിട്ട് ഓതുമ്പോൾ ഇത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഓതാൻ ശ്രമിക്കുക. നോക്കി ഓതുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക, അത് കൈപിടിച്ച് നമ്മൾ നോക്കി ഓതാണെങ്കിൽ, ഖുർആൻ നോക്കി ഓതാണെങ്കിൽ വുദുവോട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക. ഇനി കാണാതെ ഓതുകയാണെങ്കിൽ പോലും വുദുവോടുകൂടി ഓതാണ് ഖുർആന്റെ അതിനോടുള്ളൊരു അദബ്. ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു അദബ് എന്ത് ചെയ്യുക, ഒന്ന് വുദു എടുത്തിട്ട് ഒന്ന് ഓതുക, അത് ഖിബിലയ്ക്ക് തിരിഞ്ഞ് ഓതാൻ ശ്രമിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചില സംഗതികളുണ്ട്, അത് പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഉദ്ദേശിച്ച കാര്യം അല്ലാഹു സക്സസ് ആക്കി തരും.
ഇതെൻ്റെ വകയായി പറയല്ല, വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, സൂറത്തുൽ ആലി ഇമ്രാനിലെ അവസാനത്തെ 190 ആയത്ത് മുതലാണ്, 190 ആയത്ത് മുതൽ 94 ആയത്ത് വരെ, അതായത് 90, 91, 92, 93, 94 ഈ 5 ആയത്തുകൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രൂപത്തിൽ ഓതാം ഇൻഷാ അല്ലാഹ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സിഹറിൻ്റെ അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞ വിഷയങ്ങൾ പറയുമ്പോൾ സിഹറാണോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ കണ്ണീർ പറ്റിയതാണോ എന്ന് സംശയമുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആശങ്കകളും പറയാറുണ്ട്. അത്തരത്തിലൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ബാത്തിലാക്കാനുള്ള വഴിയുണ്ട്. അങ്ങനെ സിഹർ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലാക്കി കളയാൻ നമുക്കതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അതും എന്ത് ചെയ്യുക, പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ ചില ആയത്തുകളാണ്. സൂറത്തു നിസാഇന്റെ ആയത്ത്, ഏതായത്ത് ഞാൻ ഉത്തരം ഇൻഷാ അല്ലാഹ്. بسم الله الرحمن الرحيم ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. سورة النساء 100 ആയത്താണ്. ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ വുദൂഓടുകൂടിയിട്ട് എന്ത് ചെയ്തു, പാരായണം ചെയ്തു. പാരായണം ചെയ്യുക മാത്രമല്ല, പറ്റുമെങ്കിൽ ആ വുദൂഓടുകൂടി തന്നെ തൻ്റെ കൈവെള്ളയിൽ എന്ത് ചെയ്യുക, കൈകൊണ്ട് നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അത് പറ്റുന്ന ആളുകൾ അത് എഴുതുക. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് പറ്റുമെങ്കിൽ ഒരു 7 ദിവസം തുടർച്ചയായി ചെയ്യുക. ഒരു 7 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ഈ ആയത്ത് ഓതുകയും ഓതുന്നതോടൊപ്പം തന്നെ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ആയത്ത് ഓതിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. കൈവെള്ളയിൽ വിരൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. എഴുതി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് എന്തെങ്കിലും സിഹർ ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കണ്ണേർ പോലത്തെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലായി കിട്ടുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കുക. അല്ലാഹു നമുക്ക് കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, നമ്മുടെ കാര്യങ്ങൾക്ക് ഫത്ഹാക്കി തരട്ടെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി, തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള സംഗതികൾ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എവിടെയെങ്കിലും ആൾ കുഴിച്ചിട്ട് പോയെങ്കിലും ശരി, കൊണ്ട് കുഴിച്ചിടാന്ന് പറഞ്ഞാൽ എന്താ, നഷ്ടപ്പെട്ടു പോയി, അത് നശിപ്പിച്ച് കളഞ്ഞു എന്നാലും ശരി. അങ്ങനെ അതിൻ്റെ ഒന്നിരിക്കൽ ആ നഷ്ടപ്പെട്ട സാധനം അത് അങ്ങനെ തടി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമുള്ളത് എന്തെങ്കിലും തിരികെ കിട്ടാൻ, പൈസ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലും തിരികെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 58 ആയത്ത്, സൂറത്തു നിസാഇന്റെ 58 ആയത്ത് എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക. ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഓതാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. സൂറത്തുൽ നിസാഇന്റെ 58 ആയത്ത്, ആരെങ്കിലും ഒരാൾ അവരുടെ കാര്യം നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും വസ്തു അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഈ ഒരു ആയത്ത് പതിവായി ആവർത്തിച്ച് ഓതുകയും അത് തിരികെ കിട്ടണമെന്ന് ദുആ ഇറക്കുകയും ചെയ്യുക. ആ കാര്യം അള്ളാഹു തിരികെ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ റാഹത്ത് കിട്ടാൻ പറ്റിയ ചില ആയത്തുകളാണ് ഞാൻ പറഞ്ഞത്. ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളാണ്. ഇത് നമ്മൾ വെറുതെ ഓതിയാൽ കൂലി കിട്ടുന്നതാണ്. ഓരോ അക്ഷരത്തിനും 10 നന്മ വീതം വെറുതെ കിട്ടുന്നതാണ്, അല്ലേ? വെറുതെ ഓതിയാലും കൂലി കിട്ടും. അതോടൊപ്പം നമ്മുടെ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ നിയ്യത്തിലാണ് ഓതുന്നത് എങ്കിൽ അതിന് വേറെ ഫലവും കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കുക. ഇതുപോലെ പ്രയാസത്തിൽ കഴിയുന്ന ആളുകൾ, ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ആളുകൾക്ക് ഉപകാരപ്പെട്ട അതിൻ്റെ ഒരു ഫലം കൂടി നമുക്ക് കിട്ടും. അവർ പാരായണം ചെയ്യുന്നതിൻ്റെ ഒരു കൂലി കൂടി നമുക്ക് കിട്ടും. അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.